അള്ള പറയാത്ത കുറേ കാര്യങ്ങൾ ദീനാന്ന് വിചാരിച്ച് ചെയ്യണുണ്ടല്ലോ ആൾക്കാർ. അപ്പൊ തഞ്ഞിപ്പോ റമദാനക്ക് പിന്നെ ഒറ്റ രാവിലെ ലൈലത്തുൽ ഖദറിനേക്കാളും വലിയ ആഘോഷമാണ് ഏത്? പിന്നെ റമദാൻ 17 എന്താണ് ബദരീങ്ങളാണ്. ആൾക്കാർ എന്തൊരു പരിപാടിയായിട്ട് റമദാനൊക്കെ അത് ഓരോ പള്ളിക്ക് ചെന്ന് ആ പള്ളിക്ക് റമദാന്റെ 30 ദിവസത്തിൽ നടന്ന ഏറ്റവും വലിയ പരിപാടി ആ പരിപാടിയൊക്കെ. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ശിർക്കായ എല്ലാ അമലും ബാത്തിലാക്കുന്ന നോമ്പ് മുഴുവൻ പോകുന്ന ഒരു പരിപാടിയാണ്. അതിപ്പോ ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഇന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് ഇറച്ചി വാങ്ങൂല. അപ്പൊ ആ ഇറച്ചി ഒരു കുട്ടി അഥവാ എനിക്ക് ബീഫ് വേണ്ട, എനിക്ക് വാസന പറ്റില്ല, എന്നു തിന്നണ്ട, എനിക്കൊരു കോഴിമുട്ട പുഴുങ്ങി തരാന്ന് എന്തെങ്കിലും പറഞ്ഞില്ലേ നമ്മള്. എന്നാൽ റമദാൻ 17 കൊടുന്ന ബദരീങ്ങളെ ആണ്ടിന്റെ ഇറച്ചി കൊടുത്തിട്ട് ഒരു മകൻ പറയാണെന്ത്, മതി എനിക്ക് വേണ്ടിട്ട് പറഞ്ഞാൽ അത് ഇച്ചൊരു കഷ്ണം തിന്നണം, അതെനക്ക് വേണോ വേണ്ടെന്ന് വിചാരിച്ചാൽ തിന്നന്നെ വേണം. അപ്പൊ എന്താ ഇന്നലെ കൊടുന്ന ഇറച്ചിനെക്കാളും ഇതിപ്പോ നിർബന്ധമായി തീറ്റേണ്ട കാര്യം. അത് തിന്നാല് എന്റെ പരീക്ഷയ്ക്ക് നല്ല ഉഷാർ കിട്ടും, അനക്ക് നല്ല ആരോഗ്യം കിട്ടും, എല്ലാ ഇടങ്ങേറുകളും നികുതി ബദരീങ്ങളുടെ ഒരു പോരീഷ ഉള്ളതാണ്. അപ്പൊ നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇത് കിട്ടുക? ഈ ഇറച്ചിമെന്ന് എങ്ങനെ ഇത് കിട്ടുക? ആ ഇറച്ചി അള്ളാഹ്ക്ക് വേണ്ടി അർത്ഥമല്ല, അത് ബദരീങ്ങൾക്ക് വേണ്ടി അർത്ഥമാണ്. അതുകൊണ്ട് ബദരീങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എങ്ങനെ ഇടപെടും? മരിച്ചുപോയ ആൾക്കാർ സ്വഹാബത്ത് എങ്ങനെ ഇടപെടും? അള്ള ഇടപെടുന്ന പോലെ ഇടപെടും. അതിനല്ലേ ശിർക്ക് പറയാം. അള്ള എങ്ങനെ ഇടപെടുക അതേപോലെ ഇടപെടും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഈ പ്രവർത്തിച്ചിട്ട് നഷ്ടപ്പെടുക എന്നുള്ളത്. അങ്ങനെ തന്നെയാണ്.